ഗായത്രി ഇതാര്? ബാലൻകുട്ടിയാ? തന്നെ ഇവിടെ കാണാറായില്ലല്ലോ. താനിത് എവിടെയാ? ഞാനേ സംസ്കൃതം പഠിക്കുന്നുണ്ട്. ഒപ്പം കഥകളി ഒന്ന് വശത്താക്കാൻ നമ്മുടെ കലാമണ്ഡലം രാഘവ മാഷ്ടർ കൂടെ കൂടിയിരിക്കുക. അത് ശരി. ഈ മീശൻ താടി വെച്ചാണോ കഥകളി അഭ്യസിക്കുന്നത്? പഴം വേണ്ട. അല്ല, അതിരിക്കട്ടെ. ഇനിയിപ്പോ എന്നാ തിരിച്ചു പോവാ? ഇനിയിപ്പോ ഒരു മാസത്തെ ലീവ് കഷ്ടിയുണ്ട്. അത് കഴിഞ്ഞൊരു ഒറ്റ പോക്കാ അങ്ങട്. പഴം തീരാറായി. ഞാൻ 2-3 പാക്കറ്റ് കപ്പലിന്റെ പൊതി വാങ്ങിച്ചിട്ട് വരാം. നീയേ പഴവും കപ്പലിന്റെ ഒക്കെ മേടിച്ചിട്ട് സൗകര്യത്തിന് വന്നാ മതി കേട്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ല. പൈസ എടുക്ക്, പൈസ. ഇന്നത്തെ ദിവസം 10ാമത്തെ പ്രാവശ്യം നീ 500 നോട്ടോട്ട് വരുന്നത്. ഇനി മേലിൽ ഈ 500 നോട്ട് കണ്ടുപോലും. എന്റെ ജന്മത്തിൽ 500 രൂപ മാറ്റൂല. അതെ, നിങ്ങൾ സഹോദരന്മാര് തമ്മിലുള്ള വിശേഷം പറിച്ചില്ലേ എന്റെ മുന്നിൽ വെച്ച് വേണ്ട. എനിക്ക് ആ കാക്കക്കണ്ണിനെ കണ്ണെടുത്ത കണ്ടൂടാ. ഇന്ന കപ്പലണ്ടി. ഇന്ന ഗായത്രി, ഇന്ന പിടിക്ക്. എന്തേ ഗായത്രി? വേണ്ട തമ്പുരാൻ, തമ്പുരാനെ. എന്റെ പൊന്ന് തമ്പുരാനെ, താനിത് എവിടെ പോയി കിടക്ക? അത് ശരി, ഇയാൾക്ക് അകമ്പടി സേവിക്കാണല്ലേ. കൊള്ളാം. അരിമ്പാറകൾ വന്ന് ശവങ്ങള്. നീ ഇവനെ കണ്ണ് കിട്ടാതിരിക്കാൻ കൂടെ കൊണ്ട് നടക്കാണോ? ബാലൻകുട്ടി, മോനൊന്നും അവളെ വീട് വരെ കൊണ്ടാക്കി. അവന്റെ ചിരി കണ്ട ഒരുമാതിരി പൂരപ്പറമ്പില് പൊട്ടന്മാരാ വിട്ട് കണ്ട പോലെ. തമ്പുരാൻ ഇരിക്കുക. ഇരി തമ്പുരാനെ. വിട്ടോ. ഗായത്രി, പതുക്കെ പോ. ഗായത്രി, തന്നെ ഇവിടം വരെ കൊണ്ടുവിടാൻ തമ്പുരാൻ കൽപ്പിച്ചു. അടിയനങ്ങ് പാലിച്ചു. പിന്നെ ഞാൻ മേടിച്ചെന്ന കപ്പലിന് ഗായത്രിക്ക് വേണ്ടെങ്കിൽ ഇവിടുത്തെ കോഴികൾ തിന്നട്ടെ. നാളെ വെറ്റുകൾ മുട്ടയിടുമ്പോ ഗായത്രിക്ക് പുഴുങ്ങി തിന്നാലോ. അതെ, നല്ല മഴ വരണുണ്ട്. ഞാനങ്ങോട്ട് പോട്ടേട്ടാ. അച്യുതം കേശവം രാമനാരായണം.